ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്, പാവ് ഭാജി. അപ്പം ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ്, അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമാണ്. ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള 2 പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് എടുത്ത് ക്യൂബ്സായിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റും ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്രീൻ പീസ്, കുറച്ച് കോളിഫ്ലവർ, പിന്നെ ഒരു വലിയ 2 സവാളയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി. അപ്പോൾ വെജിറ്റബിൾസ് നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം ഇതിനകത്ത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഒരു കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചിലർ ഇതിലേക്ക് കുറച്ച് ബീൻസ് ചേർക്കും, അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ബീട്രൂട്ട് ചേർക്കും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഈ കുക്കറിലിട്ട് നന്നായിട്ട് ഇത് ഉടച്ച് ചേർക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 4-5 വിസിൽ വരേക്കും നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ പച്ചക്കറികളെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകിൽ ഒരു സ്മാഷർ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഇതുപോലൊരു തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. അതായത് നന്നായിട്ടെന്ന് വെച്ചാൽ ചിലർ നല്ല പേസ്റ്റാക്കി പച്ചക്കറികൾ കാണാത്ത വിധത്തിൽ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കും. പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് ഉടഞ്ഞു ചേരുന്നതിനോട് എനിക്കിഷ്ടമല്ല. കുറച്ച് അതിൻ്റെ ഗ്രീൻ പീസൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടണം, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ബട്ടറാണ് ചേർക്കുന്നത്. ബട്ടർ ചേർക്കുമ്പോഴാണ് കുറച്ചുകൂടെ അതിനകത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. പിന്നെ ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഓയിൽ എടുത്താലും മതി, പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ബട്ടർ ചേർക്കുക. തീ കുറച്ച് ലോയിൽ വയ്ക്കുക. ബട്ടറൊക്കെ ചേർക്കുന്നത് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചാണ്. കുറച്ച് ചേർത്താലും മതി. പിന്നെ കുറച്ചുകൂടെ ബട്ടർ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവോള ചേർക്കാം. ആ സവോളയൊന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് ഇപ്പം ഞാൻ സവോള ഒന്ന് വാടി കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പേ ചേർക്കുന്നുള്ളൂ. പച്ചക്കറികൾ വേവിച്ചപ്പോൾ അതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഗ്രേവി തയ്യാറാക്കുമ്പോൾ അപ്പോഴും നമ്മൾ ഉപ്പ് ചേർക്കാനുള്ളതാണ്. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും. അപ്പോൾ സവാള ഇതിനകത്ത് ഏകദേശം ഒന്ന് വാടി. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ആണ് ചേർക്കാനുള്ളത്. അല്ല, ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ, അതിൽ കുഴപ്പമൊന്നുമില്ല. ഒരു ക്യാപ്സിക്കം ഫുള്ള് അതിനകത്ത് അരിഞ്ഞ് ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇനി ഇത് ക്യാപ്സിക്കവും സവാളയൊക്കെ കിടന്ന് നന്നായിട്ട് നല്ലപോലെ വഴണ്ട് വരണം. ഇത് ഒന്നുകൂടെ ഒന്ന് ഉടച്ച് ഇതിലേക്ക് ചേർക്കാനുള്ളതാണ്. ഞാനിതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ്, അത് ഫ്രോസൺ ഗ്രീൻ പീസാണ്, കുറച്ചെടുത്ത് മാറ്റി വെച്ചിരുന്നു. കറിയിൽ ഇങ്ങനെ ഗ്രീൻ പീസ് കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രം എടുത്ത് മാറ്റി വെച്ചതേ ഉള്ളൂ, വളരെ കുറച്ചാണ്. അപ്പോൾ ഇനി ഇതും ഇതിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വേകണം. ഗ്രീൻ പീസിന് അധികം വേഗില്ല, ഇത് ഫ്രോസൺ ആണ്. അപ്പോൾ അതുകൊണ്ട് അധികം വേഗില്ല. അപ്പം ഇത് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലും കുറച്ചുകൂടെ നന്നായിട്ട് കിടന്നൊന്ന് വഴണ്ട് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് അതുകൂടി ചേർക്കാം. അപ്പോൾ അത് വിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ സവാളയൊക്കെ ഏകദേശം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഉടച്ച് ചേർക്കണം. അപ്പോൾ എനിക്ക് ഒരുപാടങ്ങ് ഉടഞ്ഞ് ചേരുന്ന ഇഷ്ടമല്ല, പറ്റാവുന്ന അത്രയും നന്നായിട്ട് ഉടച്ച് ചേർക്കണമെങ്കിൽ ആ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. നിങ്ങളുടെ കയ്യിൽ വെജിറ്റബിൾ സ്മാഷർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചോളൂ. അതാകുമ്പം കുറച്ചുകൂടെ ഈസിയാണ്, നന്നായിട്ട് ഉടച്ചെടുക്കാൻ ഈസിയാണ്. ഇനി നമുക്കിതിലേക്ക്
ഇതിൻ്റെ പൊടികളൊക്കെ ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, അതായത് കാശ്മീരി ചില്ലിയാണ്, മുളക് പൊടിയാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇനി 1 ടീസ്പൂൺ തന്നെ പാവ് ഭാജി മസാല, ഇത് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. പൊടി ചേർക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് ലോയിലിട്ടേക്കണം. അപ്പോൾ ഇത് ഏകദേശം എണ്ണയിൽ ഒന്ന് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ടൊമാറ്റോ ആണ്. ടൊമാറ്റോ അരിഞ്ഞ് ചേർക്കുകയും ചെയ്യാം, അതല്ല എങ്കിൽ ടൊമാറ്റോ പ്യൂറി ആയിട്ട് ചേർക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ 2 തക്കാളി, അപ്പോൾ അത് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്, നന്നായിട്ട് അരച്ച് ചേർത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വരും. അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കാം. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് വെള്ളം ചേർത്തു. അപ്പോൾ ഇനി ഇത് കിടന്ന് നന്നായിട്ടൊന്ന് കുറുകി ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞൊന്ന് വരണം. അപ്പോൾ ഈ സ്റ്റേജിൽ ആവശ്യമായിട്ട് നോക്കിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർക്കണം. അപ്പോൾ കറി നന്നായിട്ടൊന്ന് ചുവന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇനി നേരത്തെ ഉടച്ചു വെച്ചേക്കുന്ന പച്ചക്കറികളുണ്ട്. ആ പച്ചക്കറികൾ കൂടി ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് ചേർക്കണം. വെച്ചേക്കുന്ന പച്ചക്കറികളെല്ലാം ഇതിനകത്ത് ചേർത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയില്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇല്ലെങ്കിൽ ഇത് തിളച്ച് വരുമ്പോൾ കയ്യിലൊക്കെ തെറിച്ച് വീണ് പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാൻ. അപ്പോൾ ഈ കറി കുറച്ച് ലൂസായിട്ട് തന്നെ നിൽക്കണം. കറി ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറുകും. ഈ പൊട്ടറ്റോ ഒക്കെ ഉടച്ച് ചേർത്തത് കൊണ്ട് കറി പെട്ടെന്ന് നല്ല തിക്കാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കണം. അപ്പോൾ ഈ കറി ഇവിടെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ കറക്റ്റ് പാകമാകും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്താൽ കറി കുറച്ചുകൂടെ കൂടുതൽ കുറുകും. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് മല്ലിയില കൂടി തൂകാം. അപ്പോൾ ഇനി ഇത് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് പാവ് ഭാജിയുടെ ബണ്ണ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് ബണ്ണ്, ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് പാവ് ഭാജി ബണ്ണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ചേർക്കാം. വളരെ കുറച്ച് ചേർത്താൽ മതിയാവും, ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വളരെ കുറച്ച് മതിയാവും. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മല്ലിയില ചേർത്തോളൂ, അതല്ലെങ്കിൽ പ്ലെയിനായിട്ട് ബട്ടർ മാത്രം യൂസ് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് ഒരു ബണ്ണെടുത്ത് അതിൽ നടുകെ ഇതേപോലെ മുറിച്ചിട്ട് നമുക്ക് ഈ ബട്ടറിലിട്ട് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാടൊക്കെ മൊരിയണ്ട, ആവശ്യത്തിന് മാത്രം ഒന്ന് ചൂടായാലും മതിയാവും. അപ്പോൾ ഞാൻ ഇത് കടയിൽ നിന്ന് വാങ്ങിയപ്പോൾ കുറച്ചൊന്ന് തണുത്ത് ഇരുന്നായിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കുറച്ചൊരു ബട്ടർ ഒന്ന് തൂകിയിട്ട് ഓവനിൽ വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്തു. അപ്പോൾ അത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നു. അപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാവ് ഭാജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ ഞാൻ കടയിൽ മുംബൈയിൽ പോയപ്പോൾ കഴിച്ച് ഒരു ഓർമ്മയുണ്ട്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ടേസ്റ്റായിട്ട് ബട്ടറൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റായിട്ട് തന്നെയാണ് എനിക്കിവിടെ കിട്ടിയത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും നന്നായിട്ട് വരുമെന്ന്. അപ്പോൾ വളരെ നല്ലൊരു റെസിപ്പിയാണ്, നിങ്ങൾ വെജിറ്റേറിയൻസിനൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും ടാറ്റാ.